ഇപ്പൊ 499 വരെ ഇപ്പൊ അതായത് 4,90,000 രൂപ ഒരു മാസം. ഒരു വൈദികൻ 4,90,000 രൂപ ഇങ്ങനെ 99,000 രൂപ മാസം തോറും 1-ാം തീയതി ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു സംശയം തോന്നും, അച്ഛനാണോ അത് ചെയ്യുന്നത്, ഇതെങ്ങനെ അച്ഛൻ ചെയ്യുന്നു കണ്ടെത്തുന്നു എന്നുള്ളത്. 2017 മുതൽ ഒരു മുടക്കമില്ലാതെ പോകുന്നു. കൊറോണ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ട് 40,000 രൂപയുടെ ഒരു കുറവ് വന്നു. അപ്പോഴേക്കും എനിക്ക് അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ലോറൻസ് അച്ഛൻ 50,000 രൂപ അയച്ചു തന്നു. അപ്പൊ പെട്ടെന്ന് അതൊക്കെ പരിഹരിക്കണം. ഈ അച്ഛനെ 25 വർഷമായിട്ട് അറിയാം. അച്ഛൻ്റെ കയ്യിൽ ഇതായിപ്പോൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ നോക്കിയയുടെ ഒരു ഫോണാണ് ഇരിക്കുന്നത്. അച്ഛൻ ഇതായിപ്പോൾ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളുകൾ വരുന്നുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടാണ് അച്ഛൻ ജീവിക്കുന്നത്. ഇപ്പൊ ഈ കോളിന്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ ഇപ്പോൾ ഇന്റർവ്യൂവിൽ ആയതുകൊണ്ടാണ് ആ കോൾ എടുക്കാത്തത്. അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കോൾ എടുക്കാത്തത്. അല്ല ഒരു കോള് പോലും എത്ര പാതിരാത്രി നിങ്ങൾ വിളിച്ചാൽ, രാത്രി 1 മണിക്ക് വിളിച്ചു നോക്കും, അച്ഛൻ അപ്പോൾ ആ കോൾ എടുത്തിരിക്കും, എന്താണെന്ന് ചോദിക്കും. അത്ര അധികം ഒരു സാധാരണക്കാരനായിട്ടാണ് അച്ഛൻ ജീവിക്കുന്നത്. അച്ഛൻ ഒരു സ്മാർട്ട് ഫോണൊന്നുമല്ല, സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത്. നമസ്കാരം, കാത്തലിക് ഓക്സിലേക്ക് സ്വാഗതം. 2015 ഫ്രാൻസിസ് പാപ്പ കാരുണ്യവർഷം പ്രഖ്യാപിക്കുന്നത്. കാരുണ്യവർഷത്തെപ്പറ്റി മാധ്യമങ്ങൾ ഏറെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. ഫ്രാൻസിസ് പാപ്പയ്ക്ക് വലിയ പേരും ഇതിലൂടെ ലഭിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ കാരുണ്യവർഷം ഏറ്റെടുത്തുകൊണ്ട് വിവിധ രൂപതകളാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയത്. എന്നാൽ കാരുണ്യ പദ്ധതി എന്ന പേരിൽ നിർധനർക്കും രോഗികൾക്കും അവശർക്കുമെല്ലാം സഹായമെത്തിക്കുന്ന ഒരു പദ്ധതി ആരംഭിച്ച വൈദികനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായ മോൺസിഞ്ഞൂർ ക്രിസ്തുദാസാണ് ഈ പദ്ധതിയുടെ പിന്നിൽ. 1000 രൂപ വെച്ച് 2015 മുതൽ ഈ 2023 വരെ നിരവധിയായ രോഗികളുടെ കൈകളിലേക്ക് എല്ലാ മാസവും 1-ാം തീയതി 1000 രൂപ എത്തുന്ന രീതിയിലാണ് ഈ ക്രമീകരണം. അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ ധനം എത്തുന്നത്. ഈ പദ്ധതി ആവിഷ്കരിച്ച മോൺസിഞ്ഞൂർ ക്രിസ്തുദാസ് നമ്മോടൊപ്പം ഇന്ന് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിവരിക്കുന്നു. കാരുണ്യ പദ്ധതിയുടെയൊക്കെ ഒരു 2017 16 തുടങ്ങി 17 കാരുണ്യവർഷം പ്രഖ്യാപിച്ച അതിന്റെ സമാപനം 2017 പിന്നെ ഡിസംബറിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ മനസ്സിലൂടെ ഇത് ഇങ്ങനെ ഈ ഒരു ആശയം ഇങ്ങനെ മുന്നോട്ട് വെക്കൊണ്ടിരുന്നു. ഈ ഇങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് സഹായിക്കുന്ന ചിന്ത എന്റെ മനസ്സിലൂടെ ഞാൻ കടന്നു വെക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് നമുക്ക് വളരെ വളരെ കഷ്ടപ്പെടും ജാതിമത ഭേദമന്യേ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സഹായം എത്തിക്കണം. അതിന് നമ്മൾ ആൾക്കാരൊന്ന് കണ്ടെത്തി സഹായിക്കുന്ന ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഞാൻ പിന്നെ അത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു, ജാതിമത ഭേദമന്യുള്ള കുടുംബങ്ങൾ, അപ്പോൾ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ഈ വിധവകൾ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ടുള്ള പിന്നെ കുടുംബങ്ങൾ, തീരാരും നോക്കാനില്ലാത്തവർ, അവിടെ ഈ ക്യാൻസർ രോഗികൾ ഒത്തിരി കഷ്ടപ്പെടുന്നവർക്കറിയാമല്ലോ, നിരന്തര ചികിത്സ, അവിടെ കിഡ്നിയുടെ അസുഖത്താൽ കഷ്ടപ്പെടുന്ന ഡയാലിസിസ് 3 ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ആഴ്ചയിൽ 3. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നവർ, വീട് പോലും ഇല്ലാത്തവരുണ്ട് അവർ. പിന്നെ അതോടൊപ്പം ഹാർട്ടിൻ്റെ അസുഖത്താൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ, അപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത കുടുംബങ്ങൾ വളരെ കഷ്ടത്തിലാകുന്ന, അപ്പോൾ 2 കണ്ണും കാഴ്ചയില്ലാത്ത പിന്നെ ഒത്തിരി പേര് പിന്നെ ഉണ്ട്. അപ്പൻ കാഴ്ചയില്ലാത്തത്, അമ്മ കാഴ്ചയില്ലാത്ത, അപ്പനും അമ്മയും ഒരു കുട്ടിയും കാഴ്ചയില്ലാത്തവരുണ്ട്. അങ്ങനെ 119 വരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ അവർ 1000 രൂപ വെച്ച് നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ ബാങ്ക്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കാരുണ്യ പദ്ധതി എന്ന് പറയുമ്പോൾ
നമ്മൾ കാരുണ്യം എന്ന് കേൾക്കുന്നത് ഈ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ നമ്മുടെ പിന്നെ മാണി സാറ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് ലോട്ടറിയിലൂടെ കണ്ടെത്തുന്ന പണം എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഇപ്പോൾ തന്നെ അത് സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നിലച്ചുപോയി. പക്ഷെ അച്ഛൻ ഈ കാരുണ്യ വർഷത്തിൽ ആരംഭിച്ച ഈ പദ്ധതി ഇപ്പോഴും തുടർന്നു പോവുകയാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്, എത്ര കുടുംബങ്ങൾ അച്ഛൻ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ? അതെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അതായത് പരിശുദ്ധ പിതാവ് കാരുണ്യവർഷം പ്രഖ്യാപിച്ച അത് വെച്ചുകൊണ്ടാണ് ഞാൻ കാരുണ്യ മേഴ്സി, അതിന്റെ കാരുണ്യ ഫാമിലി അഡോപ്ഷൻ സ്കീം എന്ന് പറഞ്ഞ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അതിലൂടെ ആദ്യം ഒരു 5 കുടുംബത്തെ സഹായിക്കാനായിട്ട് ഞാനിവിടെ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് കാർത്തിക ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ജോസ് പുള്ളിയെ സമീപിച്ചു. ഞാൻ ചോദിച്ചു, ഒരു 5 കുടുംബത്തെ എനിക്ക് സഹായിക്കുമോ, ഞാൻ ഈ ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. ഏത് വർഷത്തിൽ? 2017. അത് വെച്ച് ബിഷപ്പിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. പിന്നെ പുള്ളി ഇന്നാണെങ്കിൽ 10 കുടുംബങ്ങളെ പുള്ളി സഹായിക്കുന്നത്. ഞാൻ ഈ ഒരു മനസ്സിലാക്കി 10 കുടുംബം 10,000 രൂപ ഒരു മാസം വെച്ച് ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അപ്പോൾ അങ്ങനെ തുടങ്ങി. അത് പിന്നെ ക്രമേണ വളർന്നു വന്ന് അത് നമ്മൾ സ്പോൺസർ ചെയ്ത് നമ്മുടെ ആൾക്കാർ ജോലിയുള്ളവർക്ക് കണ്ടെത്തി ഇതിലേക്ക് സമീപിക്കുക. അതോടൊപ്പം പിന്നെ മറ്റ് സഹായിക്കാൻ സന്മനസ്സുള്ളവർ കണ്ടെത്തി. അവസാനത്തെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് 500 ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ സാമ്പത്തിക ചെറിയതൊക്കെ വന്നപ്പോൾ ആദ്യത്തെ ചില ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ 499 പേരെ ഇപ്പൊ 4,90,000 രൂപ ഒരു മാസം. ഒരു വൈദികൻ 4,90,000 രൂപ, 99,000 രൂപ മാസം തോറും 1-ാം തീയതി ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു സംശയം തോന്നും, അച്ഛനാണോ അത് ചെയ്യുന്നത്, ഇതെങ്ങനെ അച്ഛൻ ചെയ്യുന്നു, കണ്ടെത്തുന്നു എന്നുള്ളത്. ഇത് എൻ്റെ ഇനിഷ്യേറ്റീവ് കംപ്ലീറ്റ് ഞാൻ തന്നെ. അതിൽ പിന്നെ വിളിക്കുന്നത് മറ്റുള്ള കൂടുതൽ അതിനാണ്. പക്ഷെ അത് നിസിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി അതിന്റെ പ്രസിഡന്റാണ് ഞാൻ. സാമൂഹിക സേവന സംഘടനയായ നിസിന്റെ അതിലെ പ്രസിഡന്റാണ് ഞാൻ. 20 വർഷമായിട്ട് ആദ്യം ഇതിന്റെ ഡയറക്ടറായിരുന്നു. ട്രിവാൻഡ്രത്ത് TSSന്റെയും ഡയറക്ടറായിരുന്നു ഞാൻ 88 മുതൽ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് നോക്കാൻ വേണ്ടി ഡയറക്ടറുണ്ട്, രാഹുൽ ആൻഡ്രോച്ചൻ. അതോടൊപ്പം ഈ പ്രോജക്റ്റ് നോക്കാൻ സോണ എന്ന് പറഞ്ഞൊരു കുട്ടിയെ പ്രത്യേകിച്ച് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നത്. മാസം തോറും ഇപ്പോൾ ബാങ്കിൻ്റെ അനുവാദത്തോടെ നമ്മൾ ഓഫീസിലിരുന്ന് തന്നെയാണ് പിന്നെ എല്ലാ മാസവും ട്രാൻസ്ഫർ ചെയ്ത് ഈ എമൗണ്ട് അങ്ങ് പിന്നെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അവർക്ക് അവരുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും, അവരവിടെ നിന്ന് എടുക്കുന്നു. ഒന്നുകൂടെ ഈ സഹായിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്നത് ഇവരുടെ ഒരു കുടുംബ ഫോട്ടോ, അവരുടെ റിപ്പോർട്ട് അതിന് തീർച്ചയായിട്ടും കൊടുക്കും. മെഡിക്കൽ റിപ്പോർട്ടല്ല, കുടുംബത്തെ പറ്റി അവരെ പറ്റി അവസ്ഥയെ പറ്റി എന്താണ് അവസ്ഥ എന്നുള്ളത് കൊടുക്കും. മെഡിക്കൽ റിപ്പോർട്ട് അതും കൊടുക്കാം അവർക്ക്. അതോടൊപ്പം പിന്നെ ക്രിസ്മസ് ആകുമ്പോഴും ഒരു ക്രിസ്മസ് കാർഡും അവിടെ ഇവരെ പറ്റിയുള്ള വിവരങ്ങളും കൂടെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് തുടർന്ന് പോകുന്നത്. 2017 മുതൽ ഒരു പിന്നെ മുടക്കമില്ലാതെ പോകുന്നു. കൊറോണ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ട്, 40,000 രൂപയുടെ ഒരു കുറവ് വന്നു. അപ്പോഴേക്കും എനിക്ക് അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ലോറൻസ് അച്ഛൻ 50,000 രൂപ അയച്ചു തന്നു. അപ്പൊ പെട്ടെന്ന് അതൊക്കെ പരിഹരിക്കണം. അത് കഴിഞ്ഞ് ഇതുവരെ ഒരു മുടക്കമില്ലാതെ എങ്ങനെയെങ്കിലും അത് പോകുന്നു എന്നുള്ളതാണ്. അത് ദൈവം അതിനെ നയിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ. 2017 തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിന്, ഒരു മുനിസിപ്പാലിറ്റിക്കോ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ എമൗണ്ട് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ സെലക്ട് ചെയ്യുന്നതും വളരെ നിർധനരായ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്താണ് ഈ പൈസ കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷ അച്ഛൻ്റെ? അവർക്ക് പിന്നെ അവർ മിക്കവാറും ഇത് പിന്നെ നന്ദിയോടുകൂടെ അവര് നമുക്ക് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥനയാണ്. നമ്മൾ 2 കാര്യങ്ങൾ ആവശ്യപ്പെടും. ഒന്ന്, ഈ നിങ്ങളെ സഹായിക്കുന്ന കുടുംബത്തിൽ നിങ്ങൾ ആരും അറിയാത്തവരാണ്, പിന്നെ അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാത്രം നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത്. മറ്റത് ഇത് വലിയ സഹായമല്ല, പിന്നെ ഇത് ചെറിയ സഹായമാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്, അതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ദുഃഖകരമായിട്ടുള്ള പ്രയാസകര ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതാണ് ഒന്ന്. 2, ചെറിയ സഹായം. അത് വലിയൊരു സഹായമൊന്നുമല്ല. കാരണം ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ ഒരു ആഴ്ചയിൽ ഒന്ന് ചെയ്യുന്നതിന് 1,200 1,400 രൂപയൊക്കെയാവും. അപ്പോൾ ഇത് ഒന്നുമല്ല. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ ഒരു കാരക്കോണത്ത് പിന്നെ ഒരു വീട്ടിൽ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും അവർ പറഞ്ഞു കൊടുത്തു, ഞാൻ എൻ്റെ നമ്പരും കൊടുത്തു. എങ്ങനെ കിട്ടിയവർ കൊടുത്തു, ബന്ധപ്പെടാൻ പറഞ്ഞു. ഞാൻ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിശോധിക്കും, ആളിനെ വിട്ട് പരിശോധിക്കും, ഇത് റിയൽ ആണോ എന്ന് നോക്കും, മാത്രമേ എടുക്കുള്ളൂ.
അവിടെ ചെന്നപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഒരു മുറുക്കാൻ കട, അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് കൊണ്ട് മറച്ച് ഒരു കുടുംബം. അതാണ് പിന്നെ അയാൾക്ക് ഒറ്റ മോള് അന്ന് 9ാം ക്ലാസ്സിലായിരുന്നു. 3 ഡയാലിസുകൾ പിന്നെ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യാണ്. വീടൊന്നുമില്ല. ഇതാണ് ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്കുണ്ട്. പക്ഷെ അവർക്ക് ചെറിയൊരു സഹായം, ചെറിയൊരു താങ്ങായിട്ട് മാറാൻ അതുപോലെ നമ്മുടെ ഒത്തിരിയേറെ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ഒത്തിരി ആൾക്കാർ ഇപ്പം 370 കുടുംബം ഉള്ളൂ സഹായിക്കുന്നവരായിട്ട്. ബാക്കി നമ്മൾ അല്ലാതെ റോൾ ചെയ്ത് കണ്ടെത്തി ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പക്ഷേ എന്നാലും ഇതുവരെ വലിയ കുഴപ്പമില്ല. അപ്പം ബിഷപ്പും നമുക്ക് ഒരു വർഷം ഒരു 1 ലക്ഷം രൂപ വെച്ച് ഈ പദ്ധതികൾ തരും 2 പ്രാവശ്യമായിട്ട്. പിന്നെ അത് ഏത് വർഷം മുതലാണ് ബിഷപ്പ്? കഴിഞ്ഞ വർഷം മുതലാണ് തന്നു തുടങ്ങി. ഞാൻ നന്നായിട്ട് പോകുന്ന കണ്ടപ്പോഴേക്കും അദ്ദേഹം പിന്നെ താല്പര്യപ്പെട്ട് അദ്ദേഹം പിന്നെ 1 ലക്ഷം രൂപയുടെ തരും. പിന്നെ അദ്ദേഹം പേഴ്സണലായിട്ടും പിന്നെ ഒരു കുടുംബത്തിന് 10,000 രൂപ അദ്ദേഹം ഞാൻ സഹായിച്ച. ഇത് സത്യം പറഞ്ഞ ഒരു സാധാരണ സംഭവമല്ല. ഒരു എന്താ പറയുക, ഒരു സർക്കാരിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു സംവിധാനം കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. പൈസ മാസം തോറും എത്തുകയാണ്. അതും മാസം തോറുമാണ്. മാസം തോറും 1000 രൂപ. ഈ അച്ഛൻ സെലക്ട് ചെയ്യുമ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജാതി മത ഭേദമന്യേ എന്ന് സൂചിപ്പിച്ചു. അത് ആ ഒരു ആശയം എങ്ങനെയാണ്? ഇപ്പം വൈദികരാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ കത്തോലിക്കർക്ക് മാത്രം ലഭിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയൊക്കെ മാത്രം ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന വൈദികരുണ്ടാവും. തീർച്ചയായിട്ടും അത് വലിയൊരു പിന്നെ ചിന്ത തന്നെയാണ്. ഞാൻ വൈദികനെ ആദ്യം ഞാൻ പോകുന്ന അരുവിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. അരുവിക്കര ഡാമിൻ്റെ അടുത്ത് വളരെ പാവപ്പെട്ട അടപ്പാട്. ഞാൻ 75 ഡിസംബർ 19 അഭിനന്ദ പിതാവും ഞാനും ഒരുമിച്ച് പട്ടം കിട്ടിയവരാണ്. 76 ഏപ്രിൽ 23 അരുവിക്കര ഈ പള്ളിയിൽ പള്ളിയിൽ പോകുന്നു. ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ വെച്ച് പിന്നെ അവിടെ വളരെ പാവപ്പെട്ടു. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമേ ഉള്ളൂ. പക്ഷെ ദരിദ്രം എന്ന് പറഞ്ഞ ദരിദ്രർ, ഒരു കൂലിവേലയ്ക്ക് പിന്നെ ഒന്നും കാര്യമായിട്ടില്ലാത്ത, പിന്നെ അവരുടെ ജോലി ഒന്നും ഇല്ലാത്ത അവരുടെ ഇടയിലാണ് ആദ്യം ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടാമതായിട്ട് 79 മദർ തെരേസ അരുവിക്കര വെച്ച് കാണാൻ വന്നു. അവിടെ വെച്ച് അപ്പോൾ അവരുടെ ലാളിത്യവും പ്രവർത്തനവും എല്ലാം എൻ്റെ മനസ്സിൽ വല്ലാതെ. മൂന്നാമത് അതിനേക്കാളും പ്രധാനപ്പെട്ടത് വേറൊന്നുണ്ട്. ഞാനൊരു ശരിക്ക് ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അമ്മ ഭയങ്കര മാതാവിൻ്റെ ഭക്തയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അമ്മയുടെ അപ്പൻ മുള്ളുവളപ്പുഴയുടെ ഉപദേശിയായിരുന്നു. 57 വർഷക്കാലം അത് ഉപദേശിച്ചു. അത് ഞാൻ 7 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വീടുകളിലൊക്കെ ഞാൻ പോകുന്നു. അമ്മയുടെ അപ്പൻ്റെ അപ്പനും പിന്നെ ആൻ്റണി എന്നാണ് അമ്മയുടെ അപ്പൻ്റെ പേര് ഉപദേശിച്ചു. മറ്റേ ശബരിപുത്രൻ എന്ന് പറഞ്ഞ അമ്മയുടെ അപ്പൻ്റെ അപ്പൂപ്പൻ, അവരും പിന്നെ പുള്ളി 26 വർഷക്കാലം ഉള്ളുവള പള്ളിയുടെ ഉപദേശിയായിട്ട് സേവനം അനുസരിച്ചു. അപ്പോൾ അങ്ങനെ അതെൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് അടുത്തായിട്ട് എൻ്റെ കുടുംബം, എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ എഴുതി കൊടുത്ത് മറ്റൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഞങ്ങൾ 8 മക്കളാണ്. 4 ആണ് 4 പെണ്ണ്. അപ്പോൾ അതിൽ എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക ജീവിതത്തിൽ. ഒന്ന്. രണ്ടാമതായിട്ട് ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്. ഇത് രണ്ടുമാണ് പറയുന്ന ഇതിൽ ഉപദേശത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. ഇതൊക്കെ എന്നെ വല്ലാതെ തീർച്ചയായും സ്വാധീനിച്ചു. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ഞാൻ വന്നപ്പോഴും അത് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, എനിക്ക് അച്ഛനെ 25 വർഷമായിട്ട് അറിയാം. അച്ഛൻ്റെ കയ്യിൽ ഇതായിപ്പോൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കിയയുടെ ഒരു ഫോണാണ് ഇരിക്കുന്നത്. അച്ഛൻ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോളുകൾ വരുന്നുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടാണ് അച്ഛൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ കോളിൻ്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ആയതുകൊണ്ടാണ് ആ കോൾ എടുക്കാത്തത്. അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കോൾ എടുക്കാത്തത്. അല്ല ഒരു കോള് പോലും, എത്ര പാതിരാത്രി നിങ്ങൾ വിളിച്ചാൽ, രാത്രി 1 മണിക്ക് വിളിച്ചു നോക്കും, അച്ഛൻ അപ്പോൾ ആ കോൾ എടുത്തിരിക്കും, എന്താണെന്ന് ചോദിക്കും. അത്ര അധികം ഒരു സാധാരണക്കാരനായിട്ടാണ് അച്ഛൻ ജീവിക്കുന്നത്. അച്ഛൻ ഒരു സ്മാർട്ട് ഫോണൊന്നുമല്ല, സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് തിരുപുറത്ത് ആണ് അച്ഛൻ ജനിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടാണോ ഇങ്ങനെ ഈ സാധാരണക്കാരെ അല്ലെങ്കിൽ നിർധനരായവരെ സഹായിക്കാനുള്ളൊരു ആശയം മനസ്സിൽ വരാനുണ്ടായ സാഹചര്യം? തീർച്ചയായും എൻ്റെ ഈ പിന്നെ ഇതാണല്ലോ, അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബം അതോടൊപ്പം എൻ്റെ പിതാവും പിന്നെ ഈ ഒരു ജീവിതത്തിലൂടെ ഞാൻ മുന്നോട്ട്, അമ്മയും അത് തന്നെ, അമ്മയുടെ കുടുംബം അത് തന്നെയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അത് എൻ്റെ ഇതിലുണ്ട്. അതോടൊപ്പം പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഇത് അരുവിക്കര വെച്ചുള്ള മദർ തെരേസയുടെ അതോടൊപ്പം ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ബെർണാഡ് ബ്രൈസ് എന്ന് പറഞ്ഞൊരു
പിന്നെ ഇറ്റലിക്കാരൻ ആണ്, പിന്നെ ഇറ്റലിക്കാരൻ ബെൽജിയംകാരനാണ് എൻ്റെ സ്പിരിച്വൽ ഫാദർ. അപ്പം ഞാൻ വൈദികനാകാനായിട്ട് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം രൂപതയിൽ ഇപ്പോൾ ബിഷപ്പും അച്ഛന്മാർ ഇതിനൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർച്ചയായും അന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ആശങ്ക അച്ഛനോട് എപ്പോഴും പറയും, ഞാൻ വൈദ്യനാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് എപ്പോഴും, ഞാൻ അദ്ദേഹത്തെ പിന്നെ ബെൽജിയംകാരനായ പിന്നെ ബെർണാഡ് ബ്രൈസ് എന്നുള്ള അച്ഛൻ, സ്പിരിച്വൽ ഫാദർ, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആർ നോട്ട് ഫോർ ദ ബിഷപ്പ് ബട്ട് ഫോർ ദ പീപ്പിൾ. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ പ്രശ്നം അച്ഛനോട് പറയാൻ പോകുമോ അപ്പോഴും അദ്ദേഹം പറയുന്നതാണ്, യു ആർ നോട്ട് ഫോർ ദ ബിഷപ്പ് ബട്ട് ഫോർ ദ പീപ്പിൾ. അതും എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നാണ് ഞാൻ ഇരുന്ന സ്ഥലങ്ങൾ. പിന്നീട് അവിടുന്ന് സെമിനാരിൽ 1 വർഷം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയാണ് പിന്നെ പാലിയോട് ഇടവകയിലാണ്, അതും നല്ല പാവപ്പെട്ട ഒരു ഇടവകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഞാൻ ഈ ക്രെഡിറ്റ് യൂണിയൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇവിടെ അരുവിക്ക് എഴുന്നപ്പോഴേക്കും അവിടെ വളരെ കഷ്ടപ്പെടുന്നു, തെങ്ങുറ്റി വെച്ച് ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ കടത്തിൽ പോകുന്നവർ. അപ്പം അതൊന്ന് മാറ്റാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബിഷപ്പ് പെരേര, പീറ്റർ ബെർണാഡ് പെരേര ബിഷപ്പ് ഒരു പിന്നെ ചെറിയൊരു ഇങ്ങനെ ലഘുസമ്പാദ്യ പദ്ധതി തുടങ്ങിയ ഒരു പാസ്ബുക്ക് എനിക്ക് കിട്ടി. സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് ആദ്യമേ അറിയാം. അതെ, അത് വെച്ചിട്ടാണ് ഞാൻ അവിടെ ചെറിയ ലഘുസമ്പാദ്യ പദ്ധതി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് പിന്നെ പാലിയോട് വന്നപ്പോഴേക്കും, അവിടെ വന്നപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ പിന്നെ വലിയ ബാഗുകളിൽ പലിശക്കാർ പൈസ കൊടുക്കുന്നവരുന്നു. അവർ വന്നിട്ട് പിന്നെ 99 രൂപ കൊടുക്കും, അല്ല 90 രൂപ കൊടുക്കും, 100 രൂപയായിട്ട് വൈദ്യുതി തിരിച്ചു കൊടുക്കും, അതിന് 900 രൂപ കൊടുക്കും, 1000 രൂപയായിട്ട് വൈദ്യുതി തിരിച്ചു കൊടുക്കണം. അപ്പം അത് തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും അങ്ങനെയാണ് പിന്നെ തിരുവനന്തപുരം ക്രെഡിറ്റ് യൂണിയൻ വന്നതിന് ശേഷം 88 ഞാൻ TSS ഡയറക്ടറായി. 90 ഈ ക്രെഡിറ്റ് യൂണിയൻ സംവിധാനം അവിടെ തുടങ്ങി. ഇവിടെ വളരെ നെയ്യാറ്റിൻകര രൂപതയിൽ 92 യൂണിറ്റുകൾ വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു ചെറിയ ഇതൊക്കെ പിടിച്ച് ലഘുവായിട്ട് ഇത് ശേഖരിക്കുകയും അത് ഒരുമിച്ചെടുത്ത് അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള അതുകൂടെ വന്ന് അത് നന്നായിട്ട് ഇപ്പോൾ ഇവിടെ നെയ്യാറ്റിൻകര രൂപതയിൽ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഡയറക്ടർ ഞാനായിരുന്നു, നെയ്യാറ്റിൻകര ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി നിറ്റ്സിന്റെ ഡയറക്ടറായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അത് മുതൽ ഇതുവരെ പ്രസിഡന്റ്. ഇടയിലങ്ങ് ചോദിക്കുമ്പോൾ ഈ കോളേജിന്റെ വളരെ തിരക്കുള്ള ജീവിതമാണ്. രാവിലെ കോളേജിൽ പോവുക, അവരുടെ കാര്യങ്ങളൊക്കെ. സാധാരണ മാനേജർമാർ ഡെയിലി അല്ലെങ്കിൽ ദിവസവും പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്കാറില്ല. എന്നാലും അച്ഛൻ അവിടെ വാഴച്ചിൽ ഇമ്മാനുവൽ കോളേജിൽ പോയില്ലെങ്കിൽ അച്ഛനൊരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു അവിടെ പോവുക എന്നുള്ളത് ഒരു സ്പിരിറ്റ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 10-20-25 കിലോമീറ്റർ യാത്ര ചെയ്താണ് അച്ഛൻ 25 കിലോമീറ്റർ അച്ഛൻ യാത്ര ചെയ്താണ് അവിടെ എത്തുന്നത്. അപ്പം ഇതാ വീണ്ടും അച്ഛന് കോൾ വരെയാണ്. ഇന്റർവ്യൂ ആയിട്ട് മാത്രമാണ് അച്ഛൻ കട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ കോളേജിൽ പോയതിനു ശേഷം ഇതെല്ലാം ഈ സംവിധാനം രൂപതയുടെ VG ആണ്, വികാരി ജനറലാണ്, ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? അതായത് നമ്മൾ സമയം ക്രമീകരിച്ചാൽ നമുക്കെല്ലാം ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഇത്. ഞാൻ രാവിലെ പിന്നെ 5 നേരത്തെ 4 മണിക്ക് എഴുന്നേൽക്കാരും, ഇപ്പോൾ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഒരു 3/4 മണിക്കൂർ എക്സസൈസാണ്. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ചിട്ട് പിന്നെ കുർബാന പ്രാർത്ഥന ഇങ്ങനെയുള്ള 8 മണിയോടെ ഞാൻ പിന്നെ ഇപ്പം ഞാൻ പഴയതിലാണ് താമസിക്കുന്നത്, അവിടെയാണ് കിടക്കുന്നത്. ഓഫീസും ഇവിടെ എല്ലാം പുതിയ ബിഷപ്സ് ഹൗസും ഇവിടെയാണ്. അപ്പോൾ അവിടെ വന്ന് ഞാൻ പിന്നെ കാപ്പി കുടിച്ചിട്ട് 9:30 മണി വരെ ഏകദേശം വരുന്ന ആൾക്കാരെ കാണാം. അത് ആര് വന്നാലും ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വലിയൊന്നും ചെറിയൊന്നും വ്യത്യാസമൊന്നുമില്ല. ആര് വന്നാലും എൻ്റെ മുറി ഇരുത്തിയിട്ട് ഞാൻ ആദ്യം ഒരു ചായ കൊടുക്കാൻ പറയും. അത് ബിഷപ്സ് ഹൗസ് കൊടുക്കുമായിരുന്നു. അത് പിന്നെ എത്ര പാവപ്പെട്ടവർ വന്നാലും സഹായത്തിന് വന്നാലും എന്ത് വന്നാലും ഇരുത്തിട്ട് അത് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് 9:00 ആകുമ്പോഴും ഞാൻ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അതിനകത്ത് വരാൻ പറയും. പിന്നീട് ഞാൻ കോളേജിലേക്ക് പോകും. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ തിരിച്ച് പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരിക. പിന്നെ ഉള്ളത് ഇവിടുത്തെ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ബിഷപ്സ് ഹൗസിൽ ഇവിടെ മീറ്റിംഗ്, അതായത് ആദ്യത്തെ ചൊവ്വാഴ്ച പുറനുവയാരുടെ മീറ്റിംഗ്, പിന്നെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ സെനറ്റ് മീറ്റിംഗ്, പല മീറ്റിങ്ങുകളുണ്ട്. അതുണ്ടെങ്കിൽ ഞാൻ പോകില്ല, ഇവിടെ നിന്ന് വിളിച്ച്. പക്ഷെ നിരന്തരം എല്ലാ സമയത്തും ഞാനവിടെ എല്ലാവരും പ്രിൻസിപ്പള് മറ്റു ഓഫീസിൽ മറ്റു വേണ്ട രീതിയിൽ വിളിച്ച് സംസാരിച്ചായിരിക്കാൻ തീർച്ചയായിട്ടും പോകുക. അതോടൊപ്പം അതിന് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. നിംസിൽ എത്തിക്കൽ കമ്മിറ്റി മെമ്പറാണ്. പിന്നെ ജ്യോതിദേവിയുടെ പിന്നെ റിസർച്ച് സെന്ററിൽ പിന്നെ അവിടെ എത്തിക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ മറ്റ് പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം ഉണ്ട്. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടൊക്കെ പോകും. നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ നമ്മുടെ സമയവും എല്ലാം വെച്ച് ക്രമീകരിക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ക്രമീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഞാൻ ഒരു ദിവസം പിന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യം 10 പ്രോഗ്രാം
രാവിലെ 6:30 തുടങ്ങി രാത്രി 10:30 ഇപ്രാവശ്യം ഞാൻ പിന്നെ ഒരു പല കാര്യങ്ങൾക്കായിട്ട് വിദേശത്തൊക്കെ ഞാൻ ഒരു കാര്യത്തിൽ പോയിട്ട് നമ്മളിവിടെ പിന്നെ അവിടെ നിന്ന് ഒത്തിരി പേര് വോളണ്ടിയേഴ്സ് ആയിട്ട് ഇവിടെ ഒരു സ്റ്റുട്ട്ഗാർട്ട് ഡേയ്സും ജർമ്മനിയിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് കാണാൻ വേണ്ടിയൊക്കെ പോയി അവിടെ ഒരു മീറ്റിംഗ് എല്ലാം വെച്ചു തിരിച്ചു വന്നു. പിന്നെ തിരിച്ചു വന്ന് ഈ 23-ാം തീയതി തിരിച്ചു വന്നു. വന്നിട്ട് അന്ന് എനിക്ക് 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനെനിക്ക് വന്നാലും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം സാധാരണ ഞാനങ്ങ് വകവയ്ക്കാറില്ല, മുന്നോട്ടങ്ങ് പോകും. അതിനടുത്ത ദിവസം 7 പ്രോഗ്രാം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രമീകരിച്ച് അതനുസരിച്ച് ക്രമീകരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇതുവരെ എൻ്റെ ആരോഗ്യത്തിൽ പിന്നെ അത് ബുദ്ധിമുട്ടൊന്നും പിന്നെ അത് അനുവദിച്ചു ഇതുവരെ. ഭാവിയിൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. പക്ഷെ ഇതുവരെ പിന്നെ ഒരു കുഴപ്പമില്ലാതെ. ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകത തന്നെ അപ്പോയിൻമെൻറ്റുകളൊന്നും അച്ഛൻ ഇങ്ങനെ എഴുതി സൂക്ഷിക്കാറില്ല. എല്ലാ അപ്പോയിൻമെൻറ്റുകളെല്ലാം അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ സമയം ക്രമീകരിച്ച് ഓർമ്മയിൽ നിന്ന് എടുത്താണ്. പക്ഷെ അതെല്ലാം കൃത്യമായിരിക്കും. ഇപ്പോൾ തിരുനാൾ കുർബാനകൾക്ക് വിളിച്ചാൽ പോലും അച്ഛൻ ഒരു മെമ്മറിയിൽ നിന്നാണ് അച്ഛൻ അത് വൈദികരുടെ അടുത്ത് പറയാറുള്ളതും അത് ക്രമീകരിക്കാറുള്ളതും. അങ്ങനെയൊക്കെയുള്ള വളരെ സവിശേഷതകളുള്ളൊരു വൈദികരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. ഈ കാരുണ്യ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചത് ചിലപ്പോൾ നെയ്യാറ്റിൻകര രൂപതയിൽ മോൺസിഞ്ഞോർ ക്രിസ്തുദാസ് അച്ഛനായിരിക്കും. തീർച്ചയായും ഈ പദ്ധതിയിൽ നിങ്ങൾക്കും വേണമെങ്കിൽ അച്ഛനെ സഹായിക്കാം. കാരണം ഇപ്പോൾ 4,99,000 രൂപ ഓരോ മാസവും 1000 രൂപ വെച്ച് നിർധനരായ ആളുകളുടെ അക്കൗണ്ടിലേക്ക് അച്ഛൻ എത്തിച്ചു കൊടുക്കുകയാണ്. ഈ സംവിധാനത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പങ്കാളികളാകാം. അച്ഛനെ ബന്ധപ്പെടാം. അച്ഛൻ്റെ നമ്പറും മറ്റുള്ള നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും സുമനസ്സുകൾക്ക് ഈ പദ്ധതിയിൽ പങ്കുചേരാം. ഈ പദ്ധതി ആവിഷ്കരിച്ചതിന് തീർച്ചയായും കാത്തലിക് ഓക്സിൻ്റെ ഒരു നന്ദിയും. ഒരു കാര്യം കൂടെ പറയട്ടെ, കാത്തലിക് ഓക്സിൻ്റെ ഒരു വലിയ പങ്കാളിയും നമ്മുടെ ചെയർമാനും കൂടെയാണ് നമ്മുടെ മോൺസിഞ്ഞോർ ക്രിസ്തുദാസ് അച്ഛൻ. അതുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഞങ്ങളെ മുമ്പ് നിന്ന് നയിക്കുന്നതിനും ഒക്കെ അച്ഛന് നന്ദി അർപ്പിക്കുന്ന. അച്ഛനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ. തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുണ്ട് കാത്തലിക് ഓക്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ. കാരണം അത്രയും സേവനങ്ങൾ കാത്തലിക് ഓക്സ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു മീഡിയ ആയിട്ട്, ഓൺലൈൻ മീഡിയ ആയിട്ട് അത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അതിന് ഷാനിലും അതോടൊപ്പം പിന്നെ നമ്മുടെ ജസ്റ്റിനും എല്ലാം വഹിക്കുന്ന പങ്ക്, പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള വഹിക്കുന്ന പങ്കുകളെല്ലാം വളരെ വലുതാണ്. അതോടൊപ്പം ഇവിടെ ശ്രീമാൻ അല്ല് പറഞ്ഞല്ലോ, പിന്നെ അതായത് ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് ഞങ്ങൾ എല്ലാം. ഇപ്പോൾ ആരെങ്കിലും പൈസ തരികയാണെങ്കിൽ റെസിപ്റ്റ് കൊടുക്കും, രസീത് കൊടുക്കും. അതോടൊപ്പം ബാങ്കിൽ ഞങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ഫെഡറൽ ബാങ്കിലൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അറിഞ്ഞാൽ അവർക്ക് പിന്നെ അതിൻ്റെ റിസിപ്റ്റുകൾ നമ്മൾ കൊടുക്കും. കാരണം അത് ഓഡിറ്റ് കിട്ടിയാൽ ഉള്ളതാണ്. കാരണം ഒരു വർഷം അയച്ചാൽ 60 ലക്ഷത്തിലധികം രൂപ ഇതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓഡിറ്റ്, അത് ലിസ്റ്റിൻ്റെ അക്കൗണ്ടിനോടൊപ്പം ഇതൊരു പ്രോജക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്ത് തന്നെയാണ് നിർബന്ധമായിട്ട് പോവുക. ഇപ്പോൾ സുമനസ്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ലോകത്ത് എവിടെയുള്ളവർക്ക് വേണമെങ്കിലും ഈ നമ്മൾ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ മറ്റു ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അച്ഛനെ ബന്ധപ്പെടാം, അച്ഛനെ നേരിട്ട് ബന്ധപ്പെടാം. ഏത് സമയത്തും അച്ഛനെ വിളിച്ചാൽ ലഭിക്കുന്ന അല്ലെങ്കിൽ കോൾ എടുക്കുന്ന ഒരു VG-ആണ് എങ്കിൽ അച്ഛൻ്റെ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും നിങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാനും എല്ലാം അച്ഛൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു വൈദികൻ കൂടെയാണ് മോൺസിഞ്ഞോർ ക്രിസ്തുദാസ്. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ സഹായം അച്ഛനെ സാധിക്കുന്നവർക്കെല്ലാം ചെയ്യുകയും ചെയ്യാം. അച്ഛാ, ഞങ്ങളുടെ അടുത്ത് ഇത്രയും സമയം സഹകരിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് ഒത്തിരി സന്തോഷം. അത് സാധാരണ ജനങ്ങൾക്ക് ഒത്തിരി ഇത് സഹായകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അത് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല.